ഹലോ, എല്ലാവർക്കും റൈസ് വിത്ത് ഷജീസിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് ഒരു ചെറിയ കഥയാണ്. നിങ്ങൾ ടൈറ്റിലിൽ കണ്ടതുപോലെ ബട്ടർഫ്ലൈയും കൊക്കൂണും. ഈ ചെറിയ കഥയുടെ ഇതൊരു ചെറിയ കഥയാണ്, പക്ഷെ ഇതിന്റെ പാഠം നിങ്ങൾ ജീവിതത്തെ കാണുന്ന രീതിയെ തന്നെ മാറ്റുവാനായിട്ട് കഴിയും. ഒരു ദിവസം ഒരാൾ ഒരു മരക്കൊമ്പില് ഇങ്ങനെ തൂങ്ങിയിരുന്ന ഒരു കൊക്കൂൺ കണ്ടു. അതിനുള്ളിൽ നിന്ന് ഒരു ചെറിയ ശലഭം പുറത്തു വരാനായിട്ട് ശ്രമിക്കുകയായിരുന്നു. അത് വളരെ കഷ്ടപ്പെട്ടാണ് പുറത്തേക്ക് വരാനായിട്ട് ശ്രമിച്ചത്. മണിക്കൂറുകളോളം ആ ചെറിയ വിടവിലൂടെ അത് പുറത്തേക്ക് വരാനായിട്ട് പരിശ്രമിച്ചു. ഇത് കണ്ട ആ മനുഷ്യന് ശലഭത്തോട് വളരെ കരുണ തോന്നി. ഇത് എത്ര ബുദ്ധിമുട്ടുകയാണ്, ഞാനൊന്ന് അതിനെ സഹായിക്കാം എന്ന് അയാൾ വിചാരിച്ചു. അയാള് ഒരു ചെറിയ കത്രിക എടുത്തിട്ട് കൊക്കൂണിന്റെ പുറം ഭാഗം വളരെ സൂക്ഷ്മമായിട്ട് വളരെ ശ്രദ്ധിച്ച് മുറിച്ചു. ഇപ്പോൾ ശലഭത്തിന് എളുപ്പത്തിൽ പുറത്തേക്ക് വരാനായിട്ട് കഴിഞ്ഞു. പക്ഷേ പുറത്തു വന്ന ആ ശലഭത്തിന് ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. അതിന്റെ ശരീരം വീർത്തിരിക്കുകയായിരുന്നു. ചിറകുകൾ വളരെ ചെറുതും ദുർബലവുമായിരുന്നു. അത് പറക്കാൻ ശ്രമിച്ചു, പക്ഷേ ഒരിക്കലും അതിന് പറക്കാനായിട്ട് കഴിഞ്ഞില്ല. അല്പസമയത്തിനകം അത് നിലത്തുകൂടെ ഇഴഞ്ഞു നടക്കുന്ന ഒരു ജീവിയായിട്ട് മാറി. എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത്? കാരണം പ്രകൃതി ശലഭത്തിനൊരു പ്രത്യേക രീതിയിലാണ് വളരാൻ അവസരം നൽകുന്നത്. കൊക്കൂണിന്റെ ചെറിയ ദ്വാരത്തിലൂടെ പുറത്തു വരാൻ അത് നടത്തുന്ന കഠിന പരിശ്രമമാണ് ശരീരത്തിനുള്ളിലുള്ള ദ്രാവകം പുറത്തേക്ക് ചിറകുകളിലേക്ക് എത്തിക്കുന്നത്. ആ പോരാട്ടമാണ് അതിന്റെ ചിറകുകൾക്ക് ശക്തി പകരുന്നത്. ആ മനുഷ്യൻ, നിങ്ങൾ ആലോചിച്ചിട്ടുണ്ട്, ആ മനുഷ്യൻ വളരെ നല്ല ഉദ്ദേശത്തോടു കൂടിയാണ്, അയാൾക്ക് ഭയങ്കര കരുണ തോന്നിയിട്ടാണ് അയാൾ അതിനെ സഹായിക്കാനായിട്ട് ശ്രമിച്ചത്. പക്ഷേ അറിയാതെ ആ മനുഷ്യൻ അയാൾ അറിയാതെ ശലഭത്തിന്റെ പറക്കാനുള്ള കഴിവ് തന്നെ എടുത്തു മാറ്റി. ശരിയല്ലേ? പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതവും ഇതുപോലെ തന്നെയാണ്. നമ്മൾ പലപ്പോഴും ചോദിക്കും, എന്തിനാണ് ഇത്രയും പ്രശ്നങ്ങൾ, എന്തിനാണ് എനിക്ക് മാത്രം ഇത്രയും പരീക്ഷണങ്ങൾ? ചോദിക്കാറില്ലേ പലപ്പോഴെങ്കിലും? നിങ്ങൾ ആ ചോദ്യം നിങ്ങളുടെ ഉള്ളിൽ പലപ്പോഴായിട്ട് ഉണ്ടായിട്ടുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ യെസ് എന്ന് പറയുക. പക്ഷെ പലപ്പോഴും ആ പരീക്ഷണങ്ങളാണ് നമ്മളെ ശക്തരാക്കുന്നത്. ഒരു വിദ്യാർത്ഥി പരീക്ഷയ്ക്ക് നല്ലവണ്ണം പഠിക്കാതെ അവന് അല്ലെങ്കിൽ അവൾക്ക് ഉന്നത മാർക്ക് വാങ്ങാൻ പറ്റുമോ? ഒരു ഡോക്ടർ വർഷങ്ങളോളം പഠിക്കാതെ രോഗികളെ ചികിത്സിക്കാൻ പറ്റുമോ? ഉത്തരം വ്യക്തമാണല്ലേ? ഇല്ല. ഓരോ വിജയത്തിന്റെ പിന്നിലും ഒരുപാട് പോരാട്ടങ്ങളുണ്ട്. ഓരോ ശക്തനായ വ്യക്തിയുടെയും പിന്നില് ഒരുപാട് കണ്ണീരും ക്ഷമയും പരിശ്രമവും ഒക്കെ ഉണ്ട്. അതുകൊണ്ട് അടുത്ത തവണ ജീവിതം നിങ്ങളെ പരീക്ഷിക്കുമ്പോൾ അതിനെ ഒരു ശിക്ഷയായിട്ട് നിങ്ങൾ കാണരുത്. ഇതൊരു പണിഷ്മെന്റ് ആണല്ലോ എന്ന് നിങ്ങൾ ആ ഒരു രീതിയിൽ നിങ്ങൾ കാണുക. എന്തായിട്ട് നമ്മൾ കാണേണ്ടത്, അത് നിങ്ങളെ കൂടുതൽ ശക്തരാക്കാനുള്ള പരിശീലനമാണ് എന്നുള്ള രീതിയിൽ നിങ്ങൾ കാണുക. എപ്പോഴും ഓർക്കുക, കൊക്കൂൺ ഇല്ലാതെ ശലഭത്തിന് പറക്കാനായിട്ട് കഴിയില്ല. അതുപോലെ വെല്ലുവിളികളില്ലാതെ ഒരു മനുഷ്യനും തന്റെ യഥാർത്ഥ ശക്തി തിരിച്ചറിയാനും കഴിയില്ല. അതിനാൽ ഒരിക്കലും നിങ്ങളുടെ പോരാട്ടങ്ങളെ നിങ്ങൾ വെറുക്കരുത്. കാരണം ഇന്ന് നിങ്ങളെ ക്ഷീണിപ്പിക്കുന്ന ഈ യാത്ര തന്നെ ആയിരിക്കും നാളെ നിങ്ങളെ ഉയരങ്ങളിലേക്ക് എത്തിക്കുന്നത്. ഇന്നത്തെ ഈ വീഡിയോയിൽ നിന്ന് നിങ്ങൾ ഒരു കാര്യം മാത്രം ഓർത്തു വെച്ചാൽ മതി: നിങ്ങളുടെ പോരാട്ടം നിങ്ങളുടെ ശത്രുവല്ല, നിങ്ങളുടെ ശക്തിയാണ് എന്നുള്ള സത്യം. അതുപോലെ തന്നെ റൈസ് വിത്ത് ഷജീസ് എന്ന എൻ്റെ ഈ ചെറിയ ചാനല് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിലൂടെ വീണ്ടും നമുക്ക് കാണാം. അതുവരെ ഓർത്തിരിക്കുക, ശലഭം പറക്കാൻ പഠിച്ചത് എളുപ്പ വഴിയിലൂടെ അല്ല, പോരാട്ടത്തിലൂടെയാണ്. നമ്മുടെ ജീവിതവും അതുപോലെ തന്നെയാണ്. തീർച്ചയായിട്ടും എല്ലാവർക്കും റൈസ് വിത്ത് ഷജീസിനോടൊപ്പം ഒന്നിച്ച് മുന്നോട്ട് പോകാനായിട്ട് സർവേശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. അതിനോടൊപ്പം തന്നെ എൻ്റെ വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട്. എൻ്റെ പേര് ഷജീല ഹലീമ. ഞാനൊരു മൈൻഡ് പവർ ട്രെയിനറാണ്, ലൈഫ് കോച്ചാണ്, ഒരു ബിസിനസ് കോച്ചാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എൻ്റെ ക്ലാസ്സുകളിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ളവർ എന്നെ കോൺടാക്ട് ചെയ്യുക. ഡിസ്ക്രിപ്ഷനിൽ ഞാൻ നമ്പർ കൊടുക്കുന്നുണ്ട്. വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട്. വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ലിങ്ക് ക്ലിക്ക് ചെയ്ത് വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യുക. ഏത് സിറ്റുവേഷൻ ആയിക്കോട്ടെ, ജീവിതത്തിൽ ഏത് കടുത്ത പ്രതിസന്ധി ഘട്ടത്തിലൂടെ നിങ്ങൾ പോയി കഴിഞ്ഞാലും നിങ്ങൾക്ക് രക്ഷപ്പെടാനുള്ള അവകാശമുണ്ട്, അവസരമുണ്ട്. അതിനുള്ള മാർഗങ്ങളാണ് നമ്മൾ ക്ലാസ്സുകളിൽ കൂടി പഠിപ്പിക്കുന്നത്. ഓരോ ദിവസവും സക്സസ് സ്റ്റോറീസും ഹാപ്പിനെസ്സും ഒക്കെ വന്നുകൊണ്ടേയിരിക്കുകയാണ്. പേഴ്സണൽ സെഷൻസും അവൈലബിൾ ആണ്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആ ഒരു പ്രതിസന്ധി ഘട്ടം, നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതം മെച്ചപ്പെടുത്തണം, എനിക്ക് ഇങ്ങനെയൊന്നും ജീവിച്ചാൽ പോരാ, എനിക്ക് നല്ല സെലിബ്രേറ്റ് ചെയ്ത് ലാവിഷായിട്ട് ഫിനാൻഷ്യൽ ഫ്രീഡത്തിൽ കൂടെ എനിക്ക് ജീവിക്കണം എന്ന് വിചാരിക്കുന്നവരാണ് എങ്കിൽ തീർച്ചയായിട്ടും ഈ പ്ലാറ്റ്ഫോം നിങ്ങൾക്കുള്ളതാണ്. ഷജീസ് എന്നും നിങ്ങളോടൊപ്പം തന്നെ ഉണ്ടാകും. താങ്ക് യു.